ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൂട്ടുകറി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ തലേ ദിവസം കുതിർത്തി വെച്ച കടലയും ഒരു ഹാഫ് പീസ് മത്തനും ഒരു ഉള്ളിയും ഒരു 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് കുക്കറിൽ 2 വിസിലടിച്ചെടുക്കാം. എന്നിട്ട് അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയാണ് ഇതിന് ഏറ്റവും മെയിൻ, അതിൻ്റെ മണമൊക്കെയാണ് കേട്ടോ ഇതിൽ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. നെക്സ്റ്റ് നമുക്ക് തേങ്ങ വറുത്തിട്ടിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകും 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 4 കഷ്ണം വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ടെടുത്തതുപോലെ തന്നെ 2 പിടി തേങ്ങ മാത്രം മതി കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് വറുത്തെടുക്കണം. അത് നല്ലൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വറുക്കണം കേട്ടോ. ഈ ഒരു കളറിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു കൂട്ടുകറിയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക, ഈ വറുത്ത തേങ്ങ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വറുത്ത തേങ്ങ ആയിട്ട് ഇതിൽ ഏറ്റവും മെയിൻ, കാരണം ആ മണവും രുചിയൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അതിനിടയ്ക്ക് ഉപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കിയിട്ട് നല്ല ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.